ബ്രഹ്മയുഗം OTT-യിലേക്കോ? ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ബ്രഹ്മയുഗം OTT-യിലേക്കോ? ബ്രഹ്മയുഗം പ്രദർശനം മതിയാക്കിയോ? ഇനി OTT-യിലേക്കോ? മോളിവുഡിന് ഇത് 100 കോടി കളക്ഷന്റെ കാലമാണ്. മഞ്ഞുമൽ വോയിസിന് ശേഷം പ്രേമലുവും 100 കോടിയിലേക്ക് കുതിക്കുകയാണ്. ഇതിനിടെ മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം OTT റിലീസിന് ഒരുങ്ങുകയാണ് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. 25 ദിവസങ്ങൾക്ക് മുകളിൽ പ്രദർശിപ്പിച്ച ചിത്രം 60 കോടിയിൽ കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിരുന്നു. രാഹുൽ സദാശിവൻ ഒരുക്കിയ ഈ ചിത്രം ഫെബ്രുവരി 15-ന് തിയേറ്ററുകളിൽ എത്തിയതാണ്. സോണി ലൈവ് ആണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 15-നാണ് OTT റിലീസ് എന്നുമാണ് പറയപ്പെടുന്നത്. 30 കോടി രൂപയ്ക്കാണ് ബ്രഹ്മയുഗം സ്ട്രീമിംഗ് അവകാശങ്ങൾ വിറ്റുപോയതെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് സത്യമല്ലെന്ന് വ്യക്തമാക്കി നിർമ്മാതാവ് ചക്രവർത്തി രാമചന്ദ്ര രംഗത്തെത്തിയിരുന്നു. ഏതായാലും 30 കോടിയിലെങ്കിലും അതിനോടടുത്ത ഒരു തുകയ്ക്ക് തന്നെയാണ് ചിത്രത്തിന്റെ OTT അവകാശം വിറ്റുപോയിരിക്കുന്നത്. സോണി ലൈവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടം തന്നെയായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തലുകൾ പ്രകാരം OTT രംഗത്ത് സോണി ലൈവിന് വലിയൊരു കുതിച്ചുചാട്ടം ഈ ഒരു സിനിമയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമാൽ ഡലീസ്, മണികണ്ഠൻ ആചാരി തുടങ്ങിയവരാണ് മമ്മൂട്ടിക്കൊപ്പം പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ബ്രഹ്മയുഗത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ബ്രഹ്മയുഗം ആളുകളെ തിയേറ്ററിൽ കയറ്റുകയും ഒരുപാട് നിരൂപക പ്രശംസ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത ചിത്രമാണ്. മമ്മൂട്ടിയുടെ ചിത്രത്തിലെ ആ കഥാപാത്രത്തെ എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാകില്ല എന്നാണ് ഒട്ടനവധി സംവിധായകരും സിനിമാ പ്രവർത്തകരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം. മമ്മൂട്ടിയുടെ രാക്ഷസ നടനം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ബ്രഹ്മയുഗത്തിലെ കുടുംബൻ പോറ്റിയിലൂടെ നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ബെസ്റ്റ് ആക്ടർ ഓപ്പർച്യൂണിറ്റി എന്ന് വേണമെങ്കിൽ ഈ സിനിമയെ കുറിച്ച് നമുക്ക് പറയാം. അത്രത്തോളം ഗംഭീരമായ ഒരു കഥാപാത്രം. അദ്ദേഹം അവസരങ്ങൾ മനോഹരമായിട്ട് ഉപയോഗിക്കുന്നതിൽ വിദഗ്ധനാണ്. എന്നാൽ ഇതുവരെ കണ്ട 10 മികച്ച ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ആ മികച്ച ചിത്രങ്ങളിൽ ഏറ്റവും നമ്പർ 1 എന്നുള്ള പെർഫോമൻസിന്റെ കാര്യത്തിൽ ബ്രഹ്മയുഗം തന്നെയായിരിക്കുമെന്നാണ് ആരാധകരും ഒപ്പം തന്നെ നിരൂപകരും പറയുന്നത്. ബ്രഹ്മയുഗം പോലുള്ള ഒരു പരീക്ഷണ ചിത്രം, അതും ഒരു 3 കഥാപാത്രങ്ങളെ വെച്ച് എണ്ണി പറയുകയാണെങ്കിൽ 5 കഥാപാത്രങ്ങൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലെടുത്ത പരീക്ഷണ ചിത്രത്തിന് ഇത്തരത്തിലൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് അതൊരു മലയാള സിനിമ ആയതുകൊണ്ടും അതിലെ പ്രേക്ഷകർ മലയാളികളായതുകൊണ്ടും മാത്രമല്ല, അതൊരു ഇന്റർനാഷണൽ സ്റ്റഫായി തന്നെ വന്നൊരു സിനിമ തന്നെയാണ്. അതിന്റെ കഥാതന്തുവും അങ്ങനെയാണ്. അധികാരഭ്രമത്തെയും ലോകമാസകലമുള്ള ഇത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതകളെയും ചോദ്യം ചെയ്യുന്ന സിനിമ കൂടിയായി മാറുകയായിരുന്നു ബ്രഹ്മയുഗം. ഇന്നർ ലെയേഴ്സ് ഉള്ള ഒരുപാടുള്ള ചിത്രം തന്നെയാണ് ബ്രഹ്മയുഗം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ബ്രഹ്മയുഗത്തെക്കുറിച്ചും അതുപോലെ ബ്രഹ്മയുഗം അവസാന കളക്ഷൻ എത്രയായിരിക്കുമെന്നൊക്കെ നിങ്ങളുടെ ഊഹങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.